ലോക്സഭാ മണ്ഡലങ്ങളിൽ പ്രചരണ രംഗത്ത് സജീവമായിരിക്കുകയാണ് ഇടത് സ്ഥാനാർത്ഥികൾ. വികസനത്തിന്റെ രാഷ്ട്രീയം ചർച്ചയാക്കിയാണ് പര്യടനം പുരോഗമിക്കുന്നത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം മുതൽ ലഭിക്കുന്ന ജനപിന്തുണ തെരഞ്ഞെടുപ്പ് ഫലത്തിലും പ്രതിഫലിക്കുമെന്നാണ് സ്ഥാനാർത്ഥികളുടെ ആത്മവിശ്വാസം. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലൂടെ നേരത്തെ തന്നെ ഇടതുപക്ഷം മേൽക്കൈ നേടിയിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തും LDF സ്ഥാനാർത്ഥികൾ സജീവമാണ്. സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയുള്ള ചുവരെഴുത്തും പോസ്റ്ററുകളും നിറഞ്ഞു കഴിഞ്ഞു. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രൻ മണ്ഡലത്തിലെ പൗരപ്രമുഖരെ സന്ദർശിച്ച് വോട്ട് അഭ്യർത്ഥിച്ചു. മണ്ഡലത്തിലെ കഴക്കൂട്ടം, വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചാണ് പന്ന്യൻ രവീന്ദ്രന്റെ ഇന്നത്തെ പര്യടനം. നമ്മുടെ നാട്ടിൻ്റെ സുരക്ഷിതത്വത്തിന് വേണ്ടി, നമ്മുടെ ജീവിത സുരക്ഷിതത്വത്തിന് വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യം ജയിച്ചേ മതിയാവും. നമ്മളീ പോയ സ്ഥലങ്ങളെല്ലാം ഒരു പ്രത്യേകത കണ്ടത്, നമ്മളോട് ഏറ്റവും അനുകൂലമായൊരു സമീപനമാണ് എല്ലാവരും സ്വീകരിച്ചിരിക്കുന്നത്. ആ ആനുകൂല്യം ജനഹൃദയങ്ങളിലുള്ള ആനുകൂല്യമാണ്. ഈ ആനുകൂല്യം നമ്മുടെ നാട്ടിലെ വിജയത്തിലേക്ക് നമുക്ക് പോകാനുള്ള ഏറ്റവും വലിയ വഴിയാണെന്ന് കൂടി ഇവിടെ ഓർമ്മിപ്പിക്കാം. ആറ്റിങ്ങൽ മണ്ഡലം സ്ഥാനാർത്ഥി വി ജോയ് മണ്ഡലത്തിലെ പൗരപ്രമുഖരെ സന്ദർശിച്ചു. കൊല്ലം ലോക്സഭാ മണ്ഡലം ഇടതുമുന്നണി സ്ഥാനാർത്ഥി M മുകേഷ് കുണ്ടറ മണ്ഡലത്തിൽ റോഡ് ഷോ നടത്തി. രാവിലെ തൊഴിലാളികളുമായുള്ള മുഖ്യമന്ത്രിയുടെ മുഖാമുഖത്തിലും പങ്കെടുത്തു. പത്തനംതിട്ട ടൗൺ കേന്ദ്രീകരിച്ചായിരുന്നു ഇടതു സ്ഥാനാർത്ഥി TM തോമസ് ഐസക്കിന്റെ ഇന്നത്തെ പ്രചരണം. വലിയ ആത്മവിശ്വാസത്തോടെയാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ പ്രചരണ രംഗത്ത് സജീവമാകുന്നത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം കൈരളി ന്യൂസ്, തിരുവനന്തപുരം.